ശ്രീ ഹാരിസ് ബിരാൻ MP, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി, വളരെ സന്തോഷം. ശ്രീ ഹാരിസ് ബിരാൻ, അദ്ദേഹം ഡൽഹിയിൽ നിന്നാണ് നമുക്കിപ്പം തത്സമയം ചേർന്നിരിക്കുന്നത്. ശ്രീ ഹാരിസ് ബിരാൻ, ആദ്യം തന്നെ ഈ വഖഫുമായി ബന്ധപ്പെട്ട്, ഈ വലിയ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് രാജ്യം ഒട്ടാകെ പ്രത്യേകിച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുമൊക്കെ വലിയ പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇന്നലെ കോടതിയിൽ നിന്ന് ഇടക്കാല ഉത്തരവും ഉണ്ടായി. ഈ കോടതി ചോദിച്ച പല ചോദ്യങ്ങൾക്കും ഒരു ഉത്തരമില്ലാത്ത അവസ്ഥയിലായിരുന്നു കേന്ദ്ര സർക്കാർ ഇന്നലെയും നിന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ അതായത് ഒരു പാതിവെന്ത ഭക്ഷണമാണ് ഈ ഭേദഗതി എന്ന് കോടതിക്ക് പോലും മനസ്സിലായി എന്ന് വേണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും ഇതിനകത്ത് ഹർജിക്കാരുടെ വാദം തന്നെ വെറും 1 മണിക്കൂറത്തെ വാദമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 1 മണിക്കൂറത്തെ വാദത്തിന് ശേഷം തന്നെ സുപ്രീം കോടതിക്ക് പ്രഥമദൃഷ്ട്യാ ഒരു ബോധ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അതായത് ഈ പറയുന്ന നിയമം ഭരണഘടനാ വിരുദ്ധമാണ്, പ്രഥമദൃഷ്ട്യാ ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ള ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് പാതിവെന്ത ഒരു നിയമം തന്നെയാണ് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ വാദിച്ചത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പല വകുപ്പുകളും പല വകുപ്പുകളും ഭരണഘടനാ വിരുദ്ധമാണ്, മതസ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണ് എന്നുള്ള വാദങ്ങളാണ് ഹർജിക്കാരെല്ലാവരും ഉന്നയിച്ചത്. അതിനകത്ത് ഒരുപാട് വകുപ്പുകളുണ്ട്. അതായത് ഇപ്പോഴത്തെ ഒരു വഖഫ് സ്വത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിയുടെയൊക്കെ സ്വഭാവം തന്നെ മാറ്റുന്ന രീതിയിലേക്കുള്ള പല വകുപ്പുകളും ഈ പറയുന്ന നിയമത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമം മതസ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായ ഒരു നിയമമാണ് എന്നെല്ലാം നമ്മൾ വാദിച്ചത്. ആ വാദം എന്തായാലും സുപ്രീം കോടതിക്ക് പ്രഥമദൃഷ്ട്യാ ബോധ്യമായ സ്ഥിതിക്ക് ബുധനാഴ്ച സുപ്രീം കോടതിയിൽ നടന്ന ഹിയറിംഗിൽ അവർ ഒരു ഇടക്കാല ഉത്തരവ് പാസ്സാക്കാൻ പോകുന്ന ആ ഒരു സാഹചര്യത്തിലാണ് അന്ന് കേന്ദ്ര സർക്കാരിൻ്റെ വക്കീൽ പറഞ്ഞത്, ഞങ്ങൾക്ക് 24 മണിക്കൂർ സമയം കൂടി തരണം, ഇതിനകത്ത് കുറേയും കൂടി മെറ്റീരിയൽസ് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനുണ്ട് എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് അത് ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ച് അത് പിന്നീട് വ്യാഴാഴ്ച, അതായത് ഇന്നലെ കേസ് പരിഗണിക്കാൻ വേണ്ടി എടുത്തത്. ഇന്നലെ കേസ് പരിഗണിച്ചപ്പോൾ 2 മണിക്ക് തുടങ്ങിയ വാദം വെറും 5 മിനിറ്റ് മാത്രമേ നീണ്ടു നിന്നുള്ളൂ. കാരണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയിൽ വന്നിട്ട് വീണ്ടും അതിനെക്കുറിച്ച് ന്യായീകരിക്കാനൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ്, ഒരു ന്യായീകരണം അവരുടെ ഭാഗത്തില്ലാത്തത് കൊണ്ട് തന്നെ ആകെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയോട് പറഞ്ഞത്, നിങ്ങളായിട്ട് ഉത്തരവ് പാസ്സാക്കണ്ട, ഞങ്ങൾ തന്നെ സമ്മതിച്ചു തരാം. അതായത് 2 കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോൾ തന്നെ സമ്മതിച്ചു തരാം. ഒന്ന്, വഖഫ് ബോർഡുകളിലും വഖഫ് കൗൺസിലുകളും പുനഃസംഘടിപ്പിക്കില്ല, ഒരു ഉത്തരവ് വരുന്നവരെ ഞങ്ങൾ പുനഃസംഘടിപ്പിക്കില്ല എന്ന് അവർ വാക്കാൽ പറയുകയാണ് അതായത് കേന്ദ്ര സർക്കാർ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏതെല്ലാം ഭൂമി വഖഫായിട്ട് ഉണ്ട് ആ വഖഫിൻ്റെ സ്വഭാവം, ആ ഭൂമികളുടെ സ്വഭാവം ഞങ്ങൾ മാറ്റില്ല, അത് തൽസ്ഥിതി തന്നെ തുടരും എന്നുള്ളതും കേന്ദ്ര സർക്കാർ ഒരു സമ്മതം അറിയിക്കുകയാണ് കോടതിയെ. അതായത് ഈ പറയുന്ന നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ഈ 2 കാര്യങ്ങൾക്കും ഘടകവിരുദ്ധമായിട്ടുള്ള നിയമമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ കൊണ്ടുവന്നിരിക്കുന്ന നിയമത്തിൻ്റെ അടിയിലുള്ള കാര്യങ്ങൾ തന്നെ തെറ്റാണെന്ന് കേന്ദ്ര സർക്കാരിന് തന്നെ ഒരു പക്ഷേ ബോധ്യമുണ്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം കോടതിയിൽ വന്നിട്ട് അവർ സമ്മതിച്ച് ആ സമ്മതമാണ് കോടതിയുടെ ഉത്തരവിൽ റെക്കോർഡ് ചെയ്ത് ഒരു ഇടക്കാല ഉത്തരവായി മാറിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോടതിയിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി ഏറ്റ് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് ചെറിയൊരു ആശ്വാസം തന്നെയാണ് ഇന്നലത്തെ കോടതി വിധി. ശ്രീ ഹാരിസ് ബിരാൻ, ഈ കേന്ദ്രം ഇപ്പോൾ സമയം ചോദിച്ചിട്ടുണ്ട്, കുറച്ചുകൂടി സമയം ചോദിച്ചിട്ടുണ്ട്, അത് സമയം അനുവദിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുവരെ ഈ ഡീനോട്ടിഫിക്കേഷൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി. അതായത് ഈ വഖഫ് ബോർഡിലും കൗൺസിലുകളിലും ഒക്കെ അതുവരെ ഒരു പുതിയ നിയമനം പാടില്ല എന്നല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ 2 കാര്യങ്ങളാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് അത് ബുധനാഴ്ചത്തെ ഹിയറിംഗിൽ കോടതി പറഞ്ഞത്, നിങ്ങൾ നോൺ മുസ്ലിംസിനെ ഒഴിച്ചു ബാക്കിയുള്ള ആളുകളെ എല്ലാം നിങ്ങൾ വെച്ചിട്ട് പുനഃസംഘടിപ്പിക്കാനുള്ള അനുമതി നൽകി. അതായത് വഖഫ് ബോർഡും വഖഫ് കൗൺസിലും സർക്കാരുകൾക്ക് പുനഃസംഘടിപ്പിക്കാൻ അനുമതി നൽകി. പക്ഷേ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള 2 പേരെ അവിടെ ചെയ്യാൻ പാടില്ല. മാത്രമല്ല അതിനകത്ത് എക്സ് ഒഫീഷ്യോ, അതായത് മന്ത്രിയോ അല്ലെങ്കിൽ സെക്രട്ടറിയോ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് കോടതി പറയുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞ അവസ്ഥയിൽ നിന്നാണ് ഇന്നലെ വന്നപ്പോൾ കോടതിയിൽ കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നത്, വഖഫ് ബോർഡുകളും വഖഫ് കൗൺസിലും കോടതിയുടെ അനുമതി ഇല്ലാതെ ഞങ്ങൾ പുനഃസംഘടിപ്പിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ ബുധനാഴ്ച വന്നപ്പോൾ ആ നിരീക്ഷണങ്ങൾ എത്രമാത്രം വലിയ രീതിയിൽ ആഴത്തിലുള്ള നിരീക്ഷണങ്ങളാണ് എന്ന് കേന്ദ്ര സർക്കാരിന് ഒരുപക്ഷെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്നലെ കോടതിയിൽ വന്നിട്ട് ഈ വഖഫ് ബോർഡുകൾ
ഇടപാടുകൾ പുനഃസംഘടിപ്പിക്കില്ല എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെയായിരുന്നു കോടതിക്കുണ്ടായിരുന്ന ആശങ്ക. അതായത് വർഷങ്ങളോളം അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോളം ഒരു ഭൂമിയോ അല്ലെങ്കിൽ ഒരു കെട്ടിടമോ വഖഫ് സ്വത്തോ അല്ലെങ്കിൽ വഖഫ് കെട്ടിടവുമായി നിലകൊണ്ടിരുന്ന ഒരു സംഗതി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അതിൻ്റെ സ്വഭാവം മാറ്റി അത് വഖഫ് സ്വത്തല്ലാതായി മാറുന്ന ഒരു സെക്ഷനാണ് വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന സംഗതി എടുത്തു കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതി മിനിയാനാൾ തൊട്ട്, അതായത് ബുധനാഴ്ച തൊട്ടേ പറയുന്നുണ്ട് ഈ പറയുന്ന വഖഫ് സ്വത്തുക്കളുടെയും വഖഫ് ഭൂമികളുടെയും ആ സ്ഥിതി അതേപോലെ തന്നെ തുടരണം എന്നുള്ളത്. ആ തുടരണം എന്നുള്ള സുപ്രീം കോടതിയുടെ അന്നത്തെ ആ കാഴ്ചപ്പാടാണ് ഇന്നലെ കേന്ദ്ര സർക്കാർ സമ്മതിച്ചു കൊടുത്തത്. അപ്പോൾ ഈ രണ്ട് സംഗതിയും വളരെ പ്രധാനപ്പെട്ട രണ്ട് സംഗതികളാണ്. ആ രണ്ട് സംഗതികളും ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിട്ടിരിക്കുന്നത്. വളരെ ആശ്വാസകരമാണ്. ഈ ഹർജിക്കാരെ സംബന്ധിച്ച് ഇത് ഭയങ്കര ഒരു ആശ്വാസമാണ്, വലിയ ആശ്വാസമാണ്. കാരണം ഈ അവരുടെ ആവശ്യങ്ങളൊക്കെ കോടതി ഏറെക്കുറെ അത് പരിഗണിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ വന്നു. ഈ വഖഫ് ബൈ യൂസർ, അവിടെയാണ് ഈ തർക്കങ്ങളൊക്കെ ഒരുപാട് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ 1925 മുതലുള്ള ഭൂമിയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഈ കോടതി ഹർജിക്കാരുടെ ആവശ്യങ്ങൾ കൂടി കേട്ടുകൊണ്ട് ഒരു വിധിയിലേക്ക് പോകും. അങ്ങനെ ഒരു സൂചനയാണോ കഴിഞ്ഞ 2 ദിവസത്തെ കോടതി പരാമർശങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒപ്പം തന്നെ ശ്രീ ഹാരിസ് ബീരാൻ, ചരിത്രത്തെ കൂടിയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സുപ്രീം കോടതി നടപടികളിലേക്ക് കടക്കുന്നു, അല്ലെങ്കിൽ സുപ്രീം കോടതി ഉത്തരവുകളിലേക്ക് കടക്കുന്നു എന്നൊക്കെ കൂടി നമുക്ക് വ്യാഖ്യാനിക്കാമോ? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ പറയുന്ന നിയമം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാളുകളായിട്ട് വഖഫായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ പള്ളികളാകാം, അല്ലെങ്കിൽ ഖബർസ്ഥാനുകളാകാം, അല്ലെങ്കിൽ ഈദ്ഗാഹുകളാകാം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സ്വത്തുക്കൾ ആകാം. ഈ സ്വത്തുക്കളുടെ എല്ലാം നേച്ചറോ അല്ലെങ്കിൽ ക്യാരക്ടറോ അല്ലെങ്കിൽ സ്റ്റാറ്റസോ മാറും. അത് വഖഫ് അല്ലാതായി മാറുന്ന രീതിയിലേക്ക് പോകും. ആ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നൂറ്റാണ്ടുകളായിട്ട് ഇപ്പോൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന പള്ളിയായിരിക്കാം, എന്തെങ്കിലും ചെറുതായിട്ട് അവിടെ ഡോക്യുമെൻ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട്, രേഖകളില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ആർക്കെങ്കിലും തർക്കം ഉന്നയിക്കുകയും ആ തർക്കം ശരിയാണെന്ന് അല്ലെങ്കിൽ പ്രഥമദൃഷ്ട്യാ ശരിയാണെന്ന് കളക്ടർക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ വഖഫ് എന്ന് പറയുന്ന അതിൻ്റെ സ്റ്റാറ്റസ് ഇല്ലാതെ ആവുകയാണ്. അത് പള്ളി അല്ലാതെ ആവുകയാണ്, അല്ലെങ്കിൽ വഖഫ് സ്ഥാപനം അല്ലാതെ ആവുകയാണ്. ഇത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന ഒരു വകുപ്പാണത്. മാത്രവുമല്ല സർക്കാരുകൾ, പ്രത്യേകിച്ച് BJP സർക്കാർ, ഇതെങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്ന് നമുക്ക് പറയാനും പറ്റില്ല. അത് ദുരുപയോഗമാണ് ഇതിനകത്ത് പോകാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രത്യേക വകുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന നൂറ്റാണ്ടുകളായിട്ടോ വർഷങ്ങളായിട്ടോ വഖഫായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ, ആ വസ്തുക്കളുടെ സ്റ്റാറ്റസ് അതേപോലെ തന്നെ നിലനിർത്തണം എന്ന് കോടതി ഇപ്പോൾ പറയുമ്പോൾ അത് വലിയ രീതിയിലുള്ള ആശ്വാസമാണ്. ശ്രീ ഹാരിസ് ബീരാൻ, ഈ പറഞ്ഞതുപോലെ ഈ വഖഫ് ഭൂമി എന്ന് പറയുമ്പോൾ തന്നെ ഒരാൾ ഭയങ്കര ഒരു അൺകണ്ടീഷണലായിട്ട് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഭൂമിയാണ് വഖഫ് ഭൂമി. അപ്പോൾ ഈ മുനമ്പത്തെ സംബന്ധിച്ച് മുനമ്പത്തുകാർക്ക് ഈ വിഷയത്തിൽ ഏറെ നിർണായകമാണ്. കാരണം അവിടെ മന്ത്രി കിരൺ റിജിജു അദ്ദേഹം സഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് മുനമ്പത്തുകാർക്ക് ഇത് വലിയൊരു ആശ്വാസമായിരിക്കും, ഈ ഭേദഗതി വരികയാണെങ്കിൽ അവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും എന്ന് പറഞ്ഞു. അതേ റിജിജു തന്നെ മുനമ്പത്തെത്തി കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുനമ്പത്തുകാർ കോടതിയിൽ പോകേണ്ടി വരുമെന്നാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ മുനമ്പം വിഷയം ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൽ കേന്ദ്ര സർക്കാർ ഒരു 2 നിലപാട് സ്വീകരിക്കുന്നുണ്ടോ? മുനമ്പത്തുകാരെ അവരെ ആരെങ്കിലും കബളിപ്പിക്കുന്നുണ്ടോ? അങ്ങക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ തോന്നുന്നത്? അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? ഇതിൻ്റെ തുടക്കം തൊട്ട് തന്നെ ഞങ്ങൾ എടുത്ത നിലപാട് അത് തന്നെയാണ്. ഈ മുനമ്പം വിഷയവും ഈ വഖഫ് ഭേദഗതി ബില്ലും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നുള്ളതാണ്. വഖഫ് ഭേദഗതി ബില്ല് മുനമ്പം വിഷയം പരിഹരിക്കും എന്നുള്ള രീതിയിലുള്ള പ്രചരണം BJPയും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരെല്ലാം വലിയ തോതിൽ നടത്തിയിരുന്നു. അന്ന് തന്നെ നമ്മൾ പറഞ്ഞത് ഇത് അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്നുള്ളത്. ആ തെറ്റിദ്ധാരണയിൽ ഒരുപാട് പേര് വീണിട്ടുണ്ട് എന്നുള്ളതും അതിനകത്തൊരു സത്യം തന്നെയാണ്, ദുഃഖകരമായിട്ടൊരു സത്യമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ മന്ത്രി അവിടെ പോയിട്ട് പത്രസമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഇതിനെ പെട്ടെന്നുള്ള ഒരു പരിഹാരമൊന്നുമില്ല, ഇതിനകത്ത് ഇപ്പോൾ സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തേണ്ടി വരും എന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പോഴെങ്കിലും ഞങ്ങൾ കബളിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യം അവിടുത്തെ ആളുകൾക്ക് വന്നത്. ഞങ്ങൾക്ക് അന്ന് തൊട്ടേ അവരോട് സഹതാപം തന്നെയാണ്. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ചിട്ട് 3-4 ഡോക്യുമെന്റുകൾ നമ്മൾ ഓൺലൈൻ പോർട്ടലിൽ സബ്മിറ്റ്
ചെയ്തു കഴിഞ്ഞാൽ ഒരു ഭൂമി വഖഫ് ഭൂമിയായിട്ട് തുടരും. ആ ഡോക്യുമെന്റുകളെല്ലാം മുനമ്പം വിഷയത്തിലുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ അതിപ്പോൾ ആരെങ്കിലും അത് ഓൺലൈൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയെ പുതിയ നിയമത്തിലും അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അവിടുത്തെ ജനതയ്ക്ക് പിന്നെയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയുള്ളൂ. ഇതിപ്പോൾ അതിനകത്ത് പരിഹാരം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കോഴിക്കോട് വിളിച്ചു ചേർത്ത മുസ്ലിം സംഘടനാ മേധാവികളുടെ യോഗം, അത് 1, 2, 3 പ്രാവശ്യം വിളിച്ചിട്ടുള്ള യോഗത്തിൽ അവിടെ ഒരു കൂട്ടായ തീരുമാനം തന്നെ ഉണ്ടായിരുന്നു. എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും മുനമ്പത്ത് താമസിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ അവിടെ നിന്ന് കുഴി ഇറക്കരുത് എന്നുള്ള വ്യക്തമായിട്ടുള്ള തീരുമാനം. ഈ തീരുമാനം പാണക്കാട് തങ്ങളും അതേപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബും എറണാകുളത്ത് വരാപ്പുഴ ആർച്ച് ബിഷപ്പിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ നേരിട്ട് പോയി ബോധ്യപ്പെടുത്തിയതുമാണ്. അപ്പോൾ അത് കേരള ജനതയുടെ പൊതുവായിട്ടുള്ളൊരു വികാരമാണ്, ആരെയും അവിടെ നിന്ന് കുടിയൊരുക്കരുതെന്നുള്ളത്. പിന്നെ മുനമ്പത്ത് സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ലോക്കലായിട്ടുള്ള കേസുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണലിലെല്ലാം കേസുകൾ നടക്കുന്നുണ്ട്. ആ കേസുകളുടെ വിധിയുടെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ആ സംസ്ഥാന സർക്കാരിൻ്റെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകളും കൂടിയാണ് ഈ പറയുന്ന മുനമ്പത്തിന് ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് ലീഗല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാന സർക്കാരിന് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് വൈകിക്കുന്നതെന്ന് മാത്രമേ നമുക്ക് ഇനി അറിയാനുള്ളൂ. ശരി, വളരെയധികം നന്ദി ശ്രീ ഹാരിസ് ബീരാൻ പ്രതികരിച്ചതിന്.